ആലപ്പുഴയിൽ വൈകല്യങ്ങളോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ റിപ്പോർട്ട് ലഭിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാതെ ആരോഗ്യവകുപ്പ്. കുട്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിൽ ഉൾപ്പെടെ തീരുമാനമായിട്ടില്ല. വീഴ്ച വരുത്തിയ ഡോക്ടർക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ വ്യാപക വിമർശനവുമുണ്ട്. രശ്മി കാർത്തിക, നമുക്കറിയാം ആലപ്പുഴയിൽ ഇത്തരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാനുണ്ടായ സാഹചര്യം. അപ്പോൾ ആ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നൊക്കെ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെയല്ലേ രശ്മി കാർത്തിക? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നു ആലപ്പുഴയിലെ വൈകല്യങ്ങളോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ റിപ്പോർട്ട് തയ്യാറാക്കി ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൈമാറിയത്. റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ തുടക്കത്തിൽ ഒരു ആശയക്കുഴപ്പം നിന്നിരുന്നു. അതിനുശേഷം മന്ത്രി പറഞ്ഞത് റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. 2 ലാബുകളുടെ ലൈസൻസ് റദ്ദാക്കിയതിനപ്പുറത്തേക്ക് മറ്റൊരു നടപടികളിലേക്കും ആരോഗ്യവകുപ്പ് കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ഡോക്ടർമാരെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ളതാണ് ഡോക്ടർ ബി മീനാക്ഷി തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട്. ഡോക്ടർമാർ അവരുടെ ഭാഗത്ത് യാതൊരു പിഴവും സംഭവിച്ചിട്ടില്ല. ഗുരുതരമായിട്ടുള്ള വൈകല്യങ്ങൾ കണ്ടെത്താൻ ഈ അനോമലി സ്കാനിങ്ങിൽ ഉൾപ്പെടെ കഴിയില്ല. ലാബുകളുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത്. അതായത് ഡോക്ടർമാരെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കൈമാറിയത്. ഈ റിപ്പോർട്ട് ഏകപക്ഷീയമാണ് എന്നുള്ളതടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇതിലൊക്കെ പുറമെ ഡോക്ടർമാർക്കെതിരെയുള്ള നടപടിയും മറ്റു തുടർ നടപടികൾക്കും ഒക്കെ പുറമെ ഏറ്റവും അടിസ്ഥാനപരമായി ഈ കുഞ്ഞിന് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അന്ന് ആരോഗ്യമന്ത്രി അന്വേഷണം നടത്തിയപ്പോൾ തന്നെ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടനെ ഒരു വിദഗ്ധ മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കും. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിന് പ്രത്യേക ചികിത്സ നൽകും എന്നതുൾപ്പെടെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ഈ റിപ്പോർട്ട് ലഭിച്ച് ഒരാഴ്ച കൈമാറുമ്പോഴും കുഞ്ഞിന് ചികിത്സ നൽകുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യാതൊരു തീരുമാനവുമായിട്ടില്ല. ആ കുടുംബം തന്നെ പറയുന്നത് അവർ സമരം ചെയ്യും, അതായത് സമരം ചെയ്ത് തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും സംസ്ഥാനത്തുണ്ടാകുന്ന എല്ലാ ചികിത്സാ പിഴവുകളിലും കുടുംബം നീതി തേടി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തന്നെ ഇവിടെയും ആവർത്തിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും മറ്റൊരു നടപടികളിലേക്കും ഡോക്ടർമാർക്കെതിരെ ഏതായാലും യാതൊരു നടപടിയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല. കൃത്യമായി ഈ റിപ്പോർട്ടിൽ ഓരോ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് മുഴുവൻ ഈ ലാബുകളുടെ മേൽ കുറ്റം ആരോപിച്ചാണ്. ഏതായാലും ഏകപക്ഷീയമായ റിപ്പോർട്ട് തയ്യാറാക്കിയതിനെതിരെയും നടപടി കൈക്കൊള്ളാത്തതിനെതിരെയും കുഞ്ഞിന്റെ ചികിത്സ അടക്കം ഉറപ്പാക്കാത്തതിനെതിരെയും വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.